10th പ്രിലിംസ് പരീക്ഷ ഇങ്ങ് വന്നെത്തി. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. എല്ലാവരും അവസാന ഘട്ട തയ്യാറെടുപ്പിലാണെന്നറിയാം. അപ്പോ ഈ ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായി ഓരോ ദിവസങ്ങളിലായി നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ അധ്യാപകരും നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് പോവുകയാണ്. നമ്മൾ 10th പ്രിലിംസ് കലാശക്കൊട്ട് തുടങ്ങാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോ ഈ ഒരു കലാശക്കൊട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു 12 ദിവസത്തെ ചാലഞ്ച് ആണ് പ്ലാൻ ചെയ്യുന്നത്. 12 ദിവസം കൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിൽ നിന്നും മൊത്തത്തിൽ 1000 ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട PSC ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം പരിശീലിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ട് പോവുകയാണ്. ഈ 12 ദിവസം നിങ്ങൾ കൃത്യമായി തയ്യാറെടുക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഓരോ ദിവസങ്ങളിലും നിങ്ങളുടെ മുന്നിലായിട്ട് വരുന്ന ടീച്ചേഴ്സ് ആരൊക്കെയാണ്, സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് ഇപ്പം ഒരുവിധം 10th പ്രിലിംസ് പരീക്ഷയെല്ലാം പഠിച്ച് അല്ലെങ്കിൽ സിലബസ് ഒരുവിധം പഠിച്ച് കംപ്ലീറ്റ് ആക്കി നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ഒരു റിവിഷൻ പോലെ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ മാക്സിമം ഓരോ ടീച്ചേഴ്സും നിങ്ങളുടെ മുന്നിൽ 100 ചോദ്യങ്ങളായിട്ടായിരിക്കും വരുന്നത്. ഈ 100 ചോദ്യങ്ങൾ പരിശീലിക്കുന്നതിന് മുമ്പ് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സബ്ജക്റ്റ് ഒന്ന് ഓട്ടിച്ച് റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്തതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് പോയി അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ദാ നോക്കാം, നമുക്ക് ഓരോ ദിവസങ്ങളിലായി വരുന്ന ഓരോരോ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഒന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പ്രദീപ് സാറിന്റെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രദീപ് സാർ ആയിരിക്കും ആദ്യത്തെ ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മാക്സിമം ഓവറോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ PSCയിലെ ഏതൊരു എക്സാമിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള എല്ലാ 100 ചോദ്യങ്ങളും ആയിട്ട് നമ്മളുടെ അർച്ചന മിസ് ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ കറണ്ട് അഫയേഴ്സ് ആദ്യം നമ്മൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് പഠിച്ചു. രണ്ടാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുകയാണ്, കറണ്ട് അഫയേഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. ഓർക്കുക, ഇത് റിവിഷൻ ആണ്. നമുക്ക് ഇതുവരെയുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും ഒറ്റ ക്ലാസ് കൊണ്ട് പറ്റത്തില്ല. പകരം PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സുമായിട്ടായിരിക്കും അർച്ചന മിസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഓക്കെ, ക്ലിയർ? എങ്കിൽ മൂന്നാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ബിബിൻ സാറ് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ആ ഒരു ഇന്ത്യൻ ജോഗ്രഫിയും ആ ഒരു ദിവസത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു ചാലഞ്ചോട് കൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. ദെൻ നാലാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി ആണല്ലേ. അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിയിലുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോട്ട് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മുടെ അരുൺ സാറ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പൊ അരുൺ സാറ് നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതെന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ദെൻ അഞ്ചാം ദിവസം നമ്മുടെ PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയ ഭരണഘടനയാണ്, അല്ലെ? അപ്പൊ ഭരണഘടനയുമായി ബന്ധപ്പെട്ട 100 ചോദ്യങ്ങളുമായി നമ്മുടെ അനില മിസ് വരുന്നതായിരിക്കും. അപ്പോൾ ഭരണഘടന ഓവറോൾ ആ 100 ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. ഒപ്പം നിങ്ങളുടെ കയ്യിലുള്ള സോഴ്സസിലുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, പഠിക്കുക. അതോടുകൂടി ആ ഒരു ദിവസത്തെ കാര്യവും സെറ്റ് ആകും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ചാലഞ്ചിന്റെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഈ ഓരോ സബ്ജക്റ്റുകളുടെ റിവിഷൻ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഡേ, ഓക്കെ, നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷനിൽ നിൽക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഡേ എന്നോളം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ആ ഒരു ഇപ്പം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അന്ന് പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തെ ദിവസം ഏത് സബ്ജക്റ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ സബ്ജക്റ്റ് എന്ത് ചെയ്യുക, ആ ദിവസം മൊത്തവും നിങ്ങൾ ആ ഒരു സബ്ജക്റ്റും ഇതുപോലെ 100 ചോദ്യങ്ങൾ ഇതിനകത്ത് പറയുന്ന ഈ ചാലഞ്ചിൽ വരാൻ പോകുന്ന 100 ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസം
ദിവസവും ഇത് നിങ്ങളുടെ ഒരു ടൈം ടേബിൾ ആയിട്ട് സെറ്റ് ചെയ്ത് പഠിച്ച് പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക്, കട്ട് ഓഫിലേക്ക്, പ്രിലിംസ് ആണല്ലോ, നമുക്ക് ആ കട്ട് ഓഫിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 5-ാം ദിവസം എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്. ഇനി 6-ാമത്തെ ദിവസമാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്? കേരള ജോഗ്രഫി പഠിക്കാനായിട്ട് പോകുന്നത് അല്ലെ. കേരള ജോഗ്രഫിയിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ ജേഷ്മ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഡേ 7ലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററി ആണ്. കേരള ഹിസ്റ്ററിയിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട PSC ട്രെൻഡിങ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. റീസെന്റ് ചോദിച്ചു കാണുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ നിതീഷ് സാറ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ദിവസത്തോടു കൂടി നമുക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ 8-ാമത്തെ ദിവസമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നാച്ചുറൽ സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മെയിൻലി ബയോളജി കാര്യങ്ങളെല്ലാം മെർജ് ചെയ്ത് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ ഈ നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി, വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹ മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം 9-ാമത്തെ ദിവസമാണ്. 9-ാമത്തെ ദിവസമാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്? ഫിസിക്സ് പഠിക്കാനായിട്ട് പോകുന്നത് അല്ലെ. ഫിസിക്സിൽ 5-6 ടോപ്പിക്സ് ആണ് നമുക്ക് ഫിസിക്സിനകത്തുള്ളത്. നമുക്ക് സിലബസ് കണ്ടാൽ അറിയാം, ഫിസിക്സും കെമിസ്ട്രിയും കൂടെ മെർജ് ചെയ്ത് വരുന്ന ഒരു സിലബസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പോ ഫിസിക്സ് ആദ്യ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിസിക്സ് പഠിക്കുന്നു. വളരെ നല്ല രീതിയിൽ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് അന്ന് ലഭിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഫിസിക്സ് ക്ലാസ് കണ്ട് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരുവിധം പരീക്ഷയ്ക്കുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം 10-ാമത്തെ ദിവസം നമ്മുടെ കെമിസ്ട്രി ആയിട്ട് നമ്മുടെ സന്തോഷ് സാറ് തന്നെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും. അപ്പോൾ കെമിസ്ട്രിയിൽ നിന്നും ഉള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അന്ന് പ്രാക്ടീസ് ചെയ്ത്, പ്രോബ്ലംസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, ഇനി 11-ാമത്തെ ദിവസമാണ് നമ്മുടെ എന്താണ് ഈ ഒരു പരീക്ഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റിലേക്ക് വരുന്നത്. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ആ ഒരു മാത്സ് ആദ്യത്തെ നമ്മൾ ഓരോ ദിവസവുമാണ്, ഒരു ദിവസം മാത്സ് പഠിക്കുന്നു, തൊട്ടടുത്ത ദിവസമായിരിക്കും മെന്റൽ എബിലിറ്റി പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ 11-ാമത്തെ ദിവസം നമ്മളെ വിപിൻ സാറ് നിങ്ങൾക്ക് മാത്സിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട PSCയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, റീസെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ആൻഡ് 12-ാമത്തെ ദിവസവും മെന്റൽ എബിലിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വിപിൻ സാർ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 10th പ്രിലിംസ് കലാശക്കൊട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കലാശക്കൊട്ട് അവസാനിക്കുമ്പോൾ നമ്മുടെ പരീക്ഷയിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുകയാണ്. ആ ഒരു പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ആയിരിക്കണം. ആ ഒരു ആത്മവിശ്വാസത്തിലൂടെ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്തിപ്പെടുകയും വേണം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന്, എൻട്രി ടീമിന്റെ സൈഡിൽ നിന്നുള്ള മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു പരീക്ഷയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.